ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് വ്യൂസ് പെട്ടെന്ന് കുറഞ്ഞു പോയി എന്നെല്ലാം പലരും പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയ്ക്ക് കമൻ്റ് അയച്ചതിൽ നിന്നും ആരാണ് വിജയി എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വിജയി. ഇവരുടെ ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലെല്ലാം നൽകാം. നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ചാനലിനും ഒരു ഫ്രീ പ്രൊമോഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ കാരണം നമ്മൾ നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടന്റിൽ വരുത്തുന്ന മാറ്റമാണ്. നിങ്ങൾ സാധാരണ ചെയ്യാറുള്ള കണ്ടന്റിൽ നിന്നും വ്യത്യസ്തമായ കണ്ടന്റ് എല്ലാം ചെയ്യുമ്പോൾ, അതായത് കണ്ടന്റ് കാറ്റഗറി മാറ്റി വീഡിയോസ് എല്ലാം ചെയ്യുന്നത് വ്യൂസ് എല്ലാം കുറയാൻ കാരണമാകും. രണ്ടാമത്തെ കാരണം ഇത് നമ്മൾ പതിവ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പാറ്റേണിൽ മാറ്റം വരുത്തുമ്പോഴാണ്. ഉദാഹരണമായി നിങ്ങൾ ആഴ്ചയിൽ 3 വീഡിയോസ് എല്ലാം ഒരു ടൈമിംഗ് എല്ലാം കൊടുത്താണ് സാധാരണ അപ്ലോഡ് ചെയ്യാറ് എങ്കിൽ ഇവയിൽ പെട്ടെന്ന് വരുത്തുന്ന മാറ്റമെല്ലാം നിങ്ങളുടെ വ്യൂസ് കുറയാൻ കാരണമാകും. ഇങ്ങനെ വ്യൂസ് എല്ലാം കുറയുന്നവർക്ക് അവരുടെ അപ്ലോഡിംഗ് പാറ്റേണിൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി, അതായത് ഏത് രീതിയിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ വ്യൂസ് എല്ലാം വരുന്നത് അത്തരത്തിൽ ട്രൈ ചെയ്ത് വ്യൂസ് എല്ലാം തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അടുത്തതായി ചാനൽ വ്യൂസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഗ്ലോബൽ ചേഞ്ചസ്. നമുക്കെല്ലാം അറിയാം, ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും വീട്ടിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതിനാൽ തന്നെ ഒട്ടുമിക്ക പേരും നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ യൂട്യൂബ് എല്ലാം തന്നെ കൂടുതൽ യൂസ് ചെയ്തിരുന്നു. എന്നാൽ ലോക്ക്ഡൗൺ മാറിയപ്പോൾ കുറെ പേർ സ്ക്രീനിന്റെ മുന്നിൽ കുറെ നേരം ഇരിക്കുന്നതെല്ലാം കുറച്ചു. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഗ്ലോബൽ ഫാക്ടേഴ്സ് എല്ലാം വ്യൂസിനെ ബാധിക്കാറുണ്ട്. നമ്മുടെ ചാനലിലേക്ക് വരുന്ന വ്യൂസ് എല്ലാം പെട്ടെന്ന് കുറയാനുള്ള മറ്റൊരു കാര്യം അത് യൂട്യൂബ് അൽഗോരിതത്തിൽ വരുന്ന മാറ്റമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, യൂട്യൂബ് അൽഗോരിതം ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ വീഡിയോസ് എഫക്റ്റീവായി എങ്ങനെ കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാം എന്നതാണ് യൂട്യൂബ് നോക്കുന്നത്. അതിനാൽ തന്നെ യൂട്യൂബ് നമ്മുടെ വീഡിയോ ഒരു പുതിയ ഗ്രൂപ്പിലേക്കെല്ലാം ടെസ്റ്റിങ്ങിനായി കാണിക്കുമ്പോൾ അവിടെ നിന്നും വരുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ക്ലിക്ക് ത്രൂ റേറ്റ് ഇവയെല്ലാം കുറയുകയാണെങ്കിൽ ഇത് നമ്മുടെ വ്യൂസിനെയും ബാധിക്കും. യൂട്യൂബ് നമ്മുടെ വീഡിയോസ് ഇത് കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിന് നമുക്കും കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പാരഗ്രാഫിൽ ആ വീഡിയോ ഏത് ടൈപ്പിലുള്ള വീഡിയോ ആണ് ഇതിനെക്കുറിച്ചെല്ലാം ചെറിയ ഒരു വിവരണം നൽകുക. ഇത്തരത്തിൽ വിവരണം നൽകുന്നത് ആ വീഡിയോയ്ക്ക് ഏറെ ഗുണം ചെയ്യുകയും അതുപോലെ ഇത് കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്യും. നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസിൽ മാറ്റം വരുത്തുന്ന മറ്റൊരു കാര്യം അത് യൂട്യൂബ് പോളിസിയിൽ വരുന്ന മാറ്റങ്ങളാണ്. പോളിസിയിൽ മാറ്റം വരുമ്പോൾ അത് പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളെല്ലാം ക്രിയേറ്റേഴ്സിൽ ഉണ്ടാക്കാം. ഉദാഹരണമായി നേരത്തെ യൂട്യൂബിൽ 13 വയസ്സിനു താഴെയുള്ളവരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എങ്കിൽ ഇത് ഡിക്ലെയർ ചെയ്യണം എന്ന ഒരു പോളിസി വന്നിരുന്നു. ഇത്തരത്തിലുള്ള വീഡിയോയ്ക്ക് കമന്റ് ഒന്നും ലഭിക്കില്ല. അതുപോലെ റവന്യൂ ഇതും വളരെ കുറവാണ് ലഭിക്കുക. കാരണം പല അഡ്വർടൈസ്മെന്റും ഇത്തരത്തിലുള്ള വീഡിയോസിൽ യൂസ് ചെയ്യാൻ സാധിക്കാറില്ല. ഇങ്ങനെ പോളിസിയിൽ വരുന്ന മാറ്റവും നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് അതുപോലെ വ്യൂസിലെല്ലാം മാറ്റം കൊണ്ടുവരാം. വ്യൂസ് കുറയാനുള്ള മറ്റൊരു കാരണം നമ്മുടെ കണ്ടന്റ് ഇത് യൂട്യൂബ് ഗോൾസുമായി അലൈൻ ചെയ്യാത്തതാണ്. യൂട്യൂബിന് ഒരു ഗോൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടന്റ് യൂട്യൂബ് ഗോളുമായി മാച്ച് ആകുന്നില്ല എങ്കിൽ നമ്മുടെ കണ്ടന്റിന്റെ വ്യൂസ് എല്ലാം നഷ്ടപ്പെടാം. വ്യൂസ് നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് യൂട്യൂബിന്റെ ക്വാളിറ്റി ഓഡിറ്റ്. ഇവിടെയാണ് പലർക്കും പ്രശ്നമുണ്ടാകുന്നത്. അതായത് യൂട്യൂബ് ഒരു ക്വാളിറ്റി ചെക്ക് നടത്താറുണ്ട്. നമ്മുടെ വ്യൂസ് ഇത് നിയമാനുസൃതമാണോ എന്നാണ് യൂട്യൂബ് ചെക്ക് ചെയ്യുന്നത്. ഇതിൽ കുറെ പേർ അവർ വ്യൂസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യും. കുറെ പേർ വ്യൂസ് വർദ്ധിപ്പിക്കുന്നതിന് അവർ പ്ലേലിസ്റ്റ് എല്ലാം പ്ലേ ചെയ്തിടും. അതുപോലെ മറ്റു ചിലർ അവർ കുറെ ഐഡീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യും.
ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഐഡിയിൽ നിന്നും അവർ സ്വന്തം വീഡിയോസ് എല്ലാം കണ്ട് അവരുടെ ചാനലിന്റെ വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. അതുപോലെ കുറെ പേർ അവർ ക്യാഷ് കൊടുത്ത് വ്യൂസ് എല്ലാം വാങ്ങും. എന്നാൽ യൂട്യൂബിന്റെ ക്വാളിറ്റി ചെക്കപ്പിൽ ഈ കാര്യങ്ങളെല്ലാം അവർക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിൽ വന്നിരിക്കുന്ന വ്യൂസ് എല്ലാം ആ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യും. അതിനാൽ തന്നെ നമ്മുടെ ചാനലിലേക്ക് വേണ്ട വിധം വ്യൂസ് ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരും. അടുത്തതായി വ്യൂസ് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സീസണൽ ചേഞ്ചസ്. ചില കണ്ടന്റുകൾക്ക് ചില സീസണിൽ വളരെയധികം ഡിമാൻഡ് ആയിരിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങളുടേത് ഒരു ഫുഡ് ചാനൽ എല്ലാം ആണെങ്കിൽ ഓണം, ക്രിസ്മസ്, റംസാൻ ആകുമ്പോൾ ഫുഡ് ചാനലുകൾക്ക് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ആയിരിക്കും. കാരണം കുറെ പേർ ഈ സമയത്ത് കൂടുതൽ ഫുഡ് ഐറ്റംസ് എല്ലാം സെർച്ച് ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.